ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ഷനാണ്. നമുക്ക് ഈ ഒരു ഡാറ്റ കളക്ഷനും കൂടി നമ്മളുടെ എൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഡാറ്റ കളക്ഷൻ എൻഡ് ചെയ്യുന്ന ഏകദേശം നമ്മുടെ 3 ബ്ലോക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. 4ാമത്തെ ബ്ലോക്ക് നമുക്ക് നാളെ ഡിസ്കസും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ കളക്ഷനിലോട്ട് നമുക്ക് പോകാം. ഡാറ്റ കളക്ഷനാണ് നമുക്ക് നോക്കേണ്ട ഭാഗം അല്ലേ. അപ്പോൾ ഡാറ്റ കളക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഡാറ്റ കളക്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ കളക്ട് ചെയ്യാം. നമ്മൾ എവിടെ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാം? മെഷർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കെയിലിങ്ങും കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, അതൊക്കെയാണ് മെയിൻലി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അധികം ഫോക്കസ് അതിലോട്ട് കൊടുക്കണ്ട. ഒന്ന് അതിലെ കുറച്ച് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ കൺഫ്യൂഷൻ ആക്കുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കാതെ നമുക്ക് അത് മിക്കവാറും എന്തായിരിക്കും, നമുക്ക് 8 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 5 ക്വസ്റ്റ്യൻ എഴുതാനാണ് ചോദിക്കാം. അതിൽ ആ ഓർ ക്വസ്റ്റ്യൻ നമുക്ക് വിടാൻ പറ്റുന്നൊരു ഭാഗമാണെന്ന് തരാം മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിൽ നോമിനൽ സ്കെയിലും ഓർഡിനൽ സ്കെയിലും സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുക. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. നമുക്ക് ഡാറ്റ കളക്ഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആട്ടോ. ഡാറ്റ കളക്ഷൻ നമുക്ക് സിമ്പിളാണ്. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് റോ ഫാക്ട് വിച്ച് ഹാവ് നോ മീനിങ് എന്നാണ് പറയാം. ലിക്കഡ് സ്കെയിൽ പറയാം കേട്ടോ. അതായത് ഒരു റേറ്റിംഗ് സ്കെയിൽ ആണെന്ന് പറഞ്ഞത് റിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ലിക്കഡ് സ്കെയിൽ എന്ന് പറഞ്ഞത് എന്താണ്, റേറ്റിംഗ് സ്കെയിലാണ്. ഒരു സമ്മേറ്റഡ് സ്കെയിൽ എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. അതായത് റെന്നീസ് ലിക്കേർട്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലിക്കേർഡ് സ്കെയിൽ ഡെവലപ്പ് ചെയ്ത്. ആരാണ്? റെന്നീസ് ലിക്കേർട്ട് ആണ് ലിക്കേർഡ് സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ റെന്നീസ് ലിക്കേർട്ട് ഇത് എന്തിനാണ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീംലി ഒരു പോപ്പുലർ എന്ത് ചെയ്യാണ്, ഒരു ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യണം. അതെന്താണ്, നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് അഡ്മിനിസ്ട്രേറ്റീവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മെഷർ ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ സമ്മേറ്റഡ് ആയിട്ടുള്ള സ്കെയിൽ അല്ലെങ്കിൽ ലിക്കേർഡ് സ്കെയിൽ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മെഷർ ചെയ്യണം. അതായത് എൻ്റെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ് എന്തെന്ന്, ലിക്കേർഡ് സ്കെയിൽ യൂസ് ചെയ്യാം. ലിക്കേർഡ് സ്കെയിൽ ഇങ്ങനെയാണ് വരിക. 5 സ്കെയിൽ ഉണ്ട്, 7 സ്കെയിൽ ഉണ്ട്. 5 സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി. ഇങ്ങനെ ഒരു 5 കാറ്റഗറി തന്നിട്ട് ഇതിൽ നമുക്ക് 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെന്ന് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഒരു സാധനം ഇപ്പോൾ ഗൂഗിൾ പേ UPID കുറിച്ചുള്ള എൻ്റെ എന്തെയാണ്, അത് നല്ലതാണോ ചീത്തയാണോ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ അതിൽ എഗ്രി ചെയ്യുന്നു, നോട്ട് എഗ്രി, എന്താണ് എൻ്റെ ആ ഒരു ന്യൂട്രലാണ്, അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല, എന്തോ ആവാം. അപ്പോൾ അതിനെ ഞാൻ റാങ്ക് ചെയ്യാം, 5 സ്കെയിൽ വെച്ച് ചെയ്യാം. അതാണ് ലിക്കേർഡ് സ്കെയിൽ. അപ്പോൾ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെന്നീസ് ലിക്കേർട്ട് ഡെവലപ്പ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത്, ലിക്കേർഡ് സ്കെയിൽ എന്ന് സിംപ്ലി നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ ഒരു എക്സ്ട്രീംലി പോപ്പുലർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സിനെ മെഷർ ചെയ്യുന്ന ഒരു സ്കെയിലാണ് ഏതെന്ന് പറയുന്നത്, ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇറ്റ് ഇൻക്ലൂഡ് എ നമ്പർ ഓഫ് ഐറ്റംസ് ഓർ സ്റ്റേറ്റ്മെന്റ്. എന്താണ് നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യുക, നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസി ടു കൺസ്ട്രക്ട്. എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിളായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ഈ സ്കെയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൽ എക്സാമ്പിൾ പറയുക ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി. ഇതൊരു 5 സ്കെയിലാണ് കേട്ടോ. ഇതേപോലെ എന്തിനാ 7 സ്കെയിലൊക്കെ ലിക്കേർഡ്സിൻ്റെ 7 സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസും ചെയ്യാം. നമുക്ക് ഡാറ്റ കളക്ഷൻ കൂടി എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി, ഒരു റിസർച്ചർ എന്ത് ചെയ്യാണ്, ആദ്യമായി കളക്ട് ചെയ്യുന്ന ഡാറ്റയാണെന്തെന്ന് പറയുന്നത്. ആദ്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ സാമ്പിളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് കുറേ ക്വസ്റ്റ്യനറൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചോദിച്ച് വാങ്ങുന്നതാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഡാറ്റയെ നമ്മൾ പറയുന്നത് റോ ഫാക്ട്സ് എന്നാണ്. എന്താണ്? റോ ഫാക്ട്സ് വിച്ച് ഹാവ്
നോ മീനിങ് എന്നാണ് പറയാം. ഡാറ്റ ആർ റോ ഫാക്ട് വിച്ച് ഹാവ് നോ മീനിങ്സ് എന്നുള്ളതാണ് നമ്മൾ എന്തെന്ന് പറയാം, ഡാറ്റയെ പറയാം. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, റോ ഫാക്ട്സ് ആണ്, അതിന് മീനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനെ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ കിട്ടുന്നത്. എന്താണ്, ഇതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളും കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വേരിയസ് ഫോമിൽ വേരിയസ് സോഴ്സ് നമുക്ക് ഡാറ്റാസ് കിട്ടും. ഇതിനെ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ ആക്കി നമുക്ക് അതിനെ മാറ്റാൻ പറ്റുക. അപ്പോൾ ഈ ഡാറ്റയെ നമ്മൾ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക, സെക്കൻഡറി ഡാറ്റ, പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് നമ്മൾ എന്താ പറയുക, പ്രൈമറി ഡാറ്റ എന്ന് പറയുക. ഫസ്റ്റ് സോഴ്സ് ഓഫ് ഡാറ്റ ആയിരിക്കും. നമ്മൾ ആരുടെയും ഡാറ്റ നമ്മൾ കോപ്പി അടിച്ചൊന്നും ആവില്ല, നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് സോഴ്സ് ഡാറ്റയാണ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡാറ്റ എന്ന് പറയാം. എന്നാൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ജേണൽസ് ആയിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അതിലൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡാറ്റാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഡാറ്റാസിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുക, അതിനാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റാസ് എന്ന് പറയാം. സെക്കൻഡറി ഡാറ്റാസ് ദോസ് വിച്ച് ഹാവ് ബീൻ കളക്റ്റഡ് ബൈ സം അതർ റിസർച്ചർ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ കളക്ട് ചെയ്ത് അത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. ഓക്കെ, ഓൾറെഡി സെക്കൻഡ് ഹാൻഡ് ആയിരിക്കും, നമ്മൾ പഴയതൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ സെക്കൻഡറി ഡാറ്റ ആയിരിക്കും അതെന്ന് പറയുന്നത്. ഈ സെക്കൻഡറി ഡാറ്റയ്ക്ക് പല സോഴ്സുകളുണ്ട്. ഒന്ന് ഇന്റേണൽ എന്ന് പറയാം, ഒന്ന് എക്സ്റ്റേണൽ. ഇന്റേണൽ സോഴ്സ് പറഞ്ഞാൽ നമ്മളുടെ എന്ത് ചെയ്യാണ് ജനറേറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസ് ഉണ്ട്. അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള എന്താണ് റിസർച്ച് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ R&D നടത്തിയതിൻ്റെ ഫയലുകൾ ഉണ്ടാവും. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്റേണൽ സോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഇനി എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും കമ്പനീസ്, ഓർഗനൈസേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടായിരിക്കും, പബ്ലിക് നടത്തിയിട്ടുള്ളത് ഉണ്ടായിരിക്കും, ഗവൺമെൻറ് ചെയ്തു, അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ സെക്കൻഡറി ഡാറ്റാസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഈ പ്രൈമറി ഡാറ്റ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന. ഈ പ്രൈമറി ഡാറ്റ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ കളക്ട് ചെയ്യണം. ഒന്ന് ഒബ്സർവേഷൻ, ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക, നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതാണ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്റ്റിലെ ഫസ്റ്റ് വൺ, ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഇൻ്റർവ്യൂ. ഒരാളിപ്പോൾ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ, അതിനൊക്കെ മില്യൺസ് ആണ് വ്യൂസ് വരുന്നത്. അത് കാരണം എന്താണ്, അവിടെ ഇൻഫർമേഷൻ ശരിക്കും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കളക്ടിങ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റീൽസൊക്കെ കട്ട് ചെയ്ത് ഓരോരുത്തർ ഇടുന്നുണ്ട്, അതൊക്കെ എന്താണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ജില്ലയുടെ പൈതൃകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്, അവിടുത്തെ കൾച്ചറിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടുത്തെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ട് ഡയറക്റ്റ് പോയിട്ട് ചോദിച്ചറിയാം. അതാണ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ പാനൽ മെത്തേഡ് ഉണ്ട്. പാനൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോരുത്തരും ഒരു പാനലുകളായി തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പോയിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നൊരു രീതിയാണ് എന്തെന്ന് പറയുന്നത് പാനൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇൻ്റർവ്യൂ ഒക്കെ എന്താ നമുക്ക് അറിയാവുന്നതാണ്. ഇൻ്റർവ്യൂലൊക്കെ തന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യുക ഇൻഫോർമലായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഫോക്കസ്, കറക്റ്റ് ആൾക്കാരെ പോയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലിനിക്കൽ ഇൻ്റർവ്യൂസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളുണ്ട്. ടെലിഫോണിക് ഇൻ്റർവ്യൂ ചെയ്യാം, മെയിൽ സർവേ ചെയ്യാം, ടെലിഫോണിക് ഇൻ്റർവ്യൂ ചെയ്യുക, അതൊക്കെ എന്താണ് ഇൻ്റർവ്യൂയുടെ ഡിഫറെൻറ്റ് ടൈപ്പാണ്. പാനൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സെയിം സാമ്പിൾ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ, അതായത് മെയ് 10-ാം തീയതി പോയിട്ട് സാമ്പിൾ കളക്ട് ചെയ്തു, ജൂൺ 10-ാം തീയതി കളക്ട് ചെയ്തു, ജൂലൈ 10-ാം തീയതി കളക്ട് ചെയ്തു. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ കൃത്യമായിട്ടുള്ള ഇടവേളയ്ക്ക് ഇൻ്റർവെല്ലിനടുത്ത് തന്നെ നമ്മൾ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പാനൽ മെത്തേഡ് എന്ന് പറയുന്നത്. മെയിൽ സർവേ എന്ന് പറഞ്ഞാൽ മെയിൽ അയച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ അതിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയാണ് മെയിൽ സർവേ എന്ന് പറയുന്നത്. ഒക്കെ സിമ്പിളാണ്, പേര് പോലെ തന്നെയാണ്. പിന്നെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ കുറച്ച് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, റിയാക്ഷൻസ്, റെസ്പോൺസ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ നോക്കിയിട്ട് അൺറിവീൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ്. അതായത് നമ്മുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ, മെയിൽ സർവേ ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ആസ് ദ റെസ്പോണ്ട് മേ റിലക്റ്റന്റ് ടു ഡിസ്കസ് ദ കോൺട്രവെൻഷ്യൽ ഓർ പേഴ്സണൽ ഇഷ്യൂസ്. ഇവരെന്താണ്, അവരുടെ പേഴ്സണൽ ഇഷ്യൂസ്, കോൺട്രവെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ അവർ തയ്യാറാവില്ല. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് എന്ത്, അവരുടെ സ്റ്റിമുലി, അവരുടെ അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യത്തെ റെസ്പോണ്ട്. ഇപ്പോൾ പോലീസുകാരൊക്കെ എന്ത് ചെയ്യുക, ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്സാണ് യൂസ് ചെയ്യുക. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണമണി അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെ ഒരു പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ റിസർച്ചിൽ എന്ത് ചെയ്യുക, അവരുടെ ആ ഒരു ആക്ഷൻസ്, കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പറയൂലേ
ഒരാളിങ്ങനെ കൈയെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ ഒരാളിങ്ങനെ കൈയെട്ടുക, എനിക്കിവിടെ ആരെയും പരിചയം ഇല്ല എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുക. അതുപോലത്തെ കാര്യങ്ങൾ അവരുടെ ആക്ഷൻസ്, ഗസ്റ്റേഴ്സ് അതൊക്കെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്, അവരുടെ സ്റ്റിമുലി, അവരുടെ റെസ്പോൺസ് അതൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് മെയിൻലി ഓർത്തിരിക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റിനെയർ. നമുക്ക് ക്വസ്റ്റിനെയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെയർ, ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ക്വസ്റ്റിനെയറും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് വയ്ക്കും. 5 മാർക്കിൻ്റെ ക്വസ്റ്റിനാണ്, 5 മാർക്കിന് ചോദിക്കും. എന്തൊക്കെയാണ് ക്വസ്റ്റിനെയറും ഒരു ഇൻ്റർവ്യൂവും തമ്മിലുള്ള വ്യത്യാസം? ക്വസ്റ്റിനെയർ നമ്മളൊരു ക്വസ്റ്റിനെയർ കുറേ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, കൊണ്ടുപോയി കൊടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെയർ അത് വെച്ചിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ക്വസ്റ്റിനെയർ. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് നമ്മൾ 1 to 1 വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ. അപ്പോൾ അത് എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമ്മളോട് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് കൂടി പറയല്ലേ. എന്താണ്, നിങ്ങൾ ഉറങ്ങിയോ? എന്താണ്, ആരുടെ ഒരു അനക്കവും കാര്യങ്ങളും ഇല്ല, പറയണ്ടേ? കുറച്ചധികം സമയം പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കേട്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ കുറേ ഓവർലോഡർ ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് എന്തായാലും ഈ ഒരു ടോപ്പിക് കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ലാസ്റ്റ് ടോപ്പിക്കാണ് വേണം. എന്നിട്ട് പറയൂ, നാളെ നമുക്ക് എപ്പോഴാണ്, ഏത് സമയത്താണ് നമ്മുടെ 4th ബ്ലോക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യണം? നിങ്ങളൊരു ടൈം പറയൂ. നമുക്കൊരു 1 hour സെഷൻ കൊണ്ട് അത് തീരും. നിങ്ങളൊരു ടൈം പറയും, നമുക്ക് ആ ഒരു ടൈമിൽ അത് കണ്ടക്ട് ചെയ്യാം. ബാക്കി കാണാൻ പറ്റാത്തവർക്ക് എന്തായിരിക്കും, അത് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ അതിൻ്റെ റെക്കോർഡർ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് പറ്റുന്നൊരു സമയം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. അപ്പോഴേ ഞാൻ ഈ ഒരു ടോപ്പിക് കൂടി എന്ത് ചെയ്യാം, പറഞ്ഞു തീർക്കാം. നിങ്ങൾക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനല്ലേ ക്വസ്റ്റിനെയറും ഇൻ്റർവ്യൂ ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ്, ക്വസ്റ്റിനെയറും ഇൻ്റർവ്യൂ ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു കുറച്ച് ക്വസ്റ്റ്യനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു പേപ്പറിലൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇതൊന്ന് ഫില്ല് ചെയ്ത് തരണേ, അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഒരു ലിങ്ക്, ഫോമിൻ്റെ ലിങ്ക് അയക്കും, ഇതൊന്ന് ഫില്ല് ചെയ്ത് തരണം. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ നേരിട്ട് പോയി കണ്ടിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഈ 2 മെത്തേഡും ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു ക്വസ്റ്റിനെയറും ഇൻ്റർവ്യൂ ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ക്വസ്റ്റിനെയർ ഫില്ല് ചെയ്യുന്ന ആരായിരിക്കും, അവിടുത്തെ റെസ്പോണ്ടൻസ് ആയിരിക്കും. അതായത് നമുക്കിത് ആർക്കാണോ നമ്മൾ കൊടുത്തിട്ടുള്ള അയച്ചു കൊടുത്തിട്ടുള്ള അവരായിരിക്കും എന്ത് ചെയ്യാം. അത് ഞാനിപ്പോൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റിനെയർ ഇടുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ക്വസ്റ്റിനെയർ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് നിങ്ങളാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെസ്പോണ്ട് ചെയ്യുന്ന ആരായിരിക്കും, അതിൻ്റെ കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്യുന്നത് എൻ്റെ റെസ്പോൺസ് ആയിരിക്കും. എന്നാൽ ഇൻ്റർവ്യൂ എന്തായിരിക്കും, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആരാ പ്രിപ്പയർ ചെയ്യുക, ഇറ്റ് ഈസ് ഫിൽഡ് ബൈ ദ റിസർച്ച് വർക്കർ ഓർ എന്യൂമറേറ്റർ. അതായത് ഞാനാണിത് കണ്ടക്ട് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾ പറഞ്ഞത് നോക്കി എഴുതിയെടുക്കുക ചെയ്യുക. അതാണ് അത് തമ്മിലുള്ള ആദ്യത്തെ വ്യത്യാസം. ഒന്ന്, നിങ്ങളാണ്, ആരാണോ സാമ്പിൾ അവരായിരിക്കും അത് ഫില്ല് ചെയ്യുക. ഇൻ്റർവ്യൂവിലാവുന്ന സമയത്ത് റിസർച്ചർ ആരാണ് അല്ലെങ്കിൽ എന്യൂമറേറ്റർ ആരാണോ അവരാണത് ചെയ്യുക. ഇനി രണ്ടാമത്തെ നോക്കി വെച്ചാൽ റിലേറ്റീവ്ലി ചീപ്പ് ആൻഡ് എക്കോണമിക്കൽ അല്ലേ. അതായത് നമ്മൾ മെയിൽ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സർവേ ക്വസ്റ്റ്യനർ ചെയ്യുന്ന സമയത്ത് ചീപ്പാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. എന്നാൽ ക്വസ്റ്റ്യനറെ സംബന്ധിച്ച് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള, കാരണം നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അതിൻ്റെ അവിടെ പോകണം, അയാളെ കാണണം, നേരിട്ട് തന്നെ ചെല്ലണം, നിർബന്ധമുള്ള കാര്യമൊക്കെ ആണല്ലേ, കുറച്ച് എക്സ്പെൻസീവ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ക്വസ്റ്റ്യനർ ആവുന്ന സമയത്ത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻ അയച്ചു, 10 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാം. പത്രത്തിൽ അതിനുള്ള ബയാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇൻ്റർവ്യൂ ഷെഡ്യൂളിലാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നോൺ റെസ്പോൺസ് എന്തായിരിക്കും, വളരെ കുറവാണ്, കുറച്ച് മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ചീറ്റിങ്ങും ബയാസും ഒക്കെ ഉണ്ടാവാൻ എവിടെയും ചാൻസ് ഉണ്ട്, ഇൻ്റർവ്യൂവിലും ചാൻസ് ഉണ്ട് നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഐഡൻറ്റിറ്റി ഓഫ് റെസ്പോണ്ട് ഡോ നോട്ട് ആൾവേസ് ക്ലിയർ. ഇപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് അയച്ചു, ഇപ്പോൾ നമ്മൾ നോക്കി ലാസ്റ്റ് മെസ്സേജ് അയച്ച് അക്കൂട്ടൻ വേൾഡ്സ് ആണ്. അക്കൂട്ടൻ വേൾഡിൽ എന്താണ്, അവർക്ക് ഞാൻ മെസ്സേജ് അയച്ച സമയത്ത് അവരുടെ ഈ പേര് കൊടുക്കാം, അവരുടെ ഒറിജിനൽ നെയിം കൊടുത്തില്ല എന്ന് വരാം. അപ്പോൾ ഇത്തരം ഐഡൻറ്റിറ്റി നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഇൻ്റർവ്യൂ ഷെഡ്യൂളിൽ എന്തായിരിക്കും കറക്റ്റ്. ഇപ്പം ഞാൻ നേരെ പോയിട്ട് മുബീനിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മുബീന എന്നുള്ള പേരും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
പിന്നെ അത് വരുന്നത് സ്ലോ ഡ്യൂ ടു ഡിലൈഡ് റിട്ടേൺസ് ആണ്. ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് അതിൻ്റെ ആൻസർ തരണമെന്നില്ല, നിങ്ങൾക്ക് സമയം ഉണ്ടാവുന്ന അനുസരിച്ചായിരിക്കും ഫില്ല് ചെയ്യുക. അപ്പോൾ അത് തിരിച്ച് കിട്ടാൻ എനിക്ക് കുറേ സമയമെടുക്കും, ഒന്നാമത്. പിന്നെ ഇൻഫർമേഷൻ കളക്ട് വെൽ ഇൻ ടൈം ബൈ എന്യൂമറേറ്റ്. നിങ്ങൾ പറയുന്നത് ഞാൻ എഴുതിയെടുക്കുക, അത് ഇൻസ്റ്റൻ്റ് ആയി നടക്കുന്നതുകൊണ്ട് ഏതായിരിക്കും സുഖം? ഇൻ്റർവ്യൂ ഷെഡ്യൂളിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് റെസ്പോൺസ് കിട്ടും. അതാണ് അടുത്ത ഡിഫറൻസ്. പിന്നെ ക്വസ്റ്റ്യനെയർ ആവുന്ന സമയത്ത് പേഴ്സണൽ കോൺടാക്റ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആവുന്ന സമയത്ത് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടാവും. എന്താണ് ഇൻ്റർവ്യൂ ഷെഡ്യൂളിൽ? ഡയറക്റ്റ് പേഴ്സണൽ കോൺടാക്ട് വിത്ത് റെസ്പോണ്ടൻസ് നിർബന്ധമായിട്ടും നമുക്ക് ഉണ്ടായിരിക്കുക, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആ ഇൻ്റർവ്യൂ നടത്താൻ സാധിക്കുള്ളൂ. പിന്നെ ക്വസ്റ്റ്യനെയറിൽ റിക്വയർസ് ലിറ്ററേറ്റ് ആൻഡ് കോപ്പറേറ്റ് റെസ്പോണ്ടൻസ്. എന്താണ് ലിറ്ററേറ്റ് ആൻഡ് കോപ്പറേറ്റ് റെസ്പോൺസ്? നമുക്ക് എവിടെ കിട്ടാനുണ്ട്? നമുക്ക് ക്വസ്റ്റ്യനെയറിൽ വരാറുണ്ട്. ആ ഇൻ്റർവ്യൂ ഷെഡ്യൂളിലാണെങ്കിൽ ക്യാൻ ഗ്യാദർ ഇൻഫർമേഷൻ ഫ്രം ഇല്യൂട്രേറ്റ് റെസ്പോണ്ട്. അതായത് ഈ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യാൻ പറ്റുന്നവരുടെ റെസ്പോൺസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഫില്ല് ചെയ്യാൻ പോലും അറിയാത്ത, എഴുതാൻ പോലും അറിയാത്ത ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടില്ല. പക്ഷെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, അതായത് ഇല്യൂട്രേറ്റ് ആയിട്ടില്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റർവ്യൂ ഷെഡ്യൂളിലൂടെ ഡാറ്റ കളക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് questionnaire is a wider and more representative distribution possible. നമുക്ക് ഒരു വൈഡ്, ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡാറ്റാബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ വൈഡർ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്യാൻ പറ്റും. ഇൻ്റർവ്യൂ ഷെഡ്യൂളോ എനിക്ക് ഡിഫിക്കൽട്ടാണ്, എല്ലാവരുടെ അടുത്തും പോയി ചെയ്യാന്ന് പറഞ്ഞത്. കാരണം എന്താ, ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്, അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് റിസ്ക് ഓഫ് ഇൻകംപ്ലീറ്റ് റോങ് ഇൻഫർമേഷൻ. ഇൻകംപ്ലീറ്റ് ആവാം, എല്ലാം ഫില്ല് ചെയ്യണമെന്നില്ല. റോങ് ഇൻഫർമേഷൻ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, എന്നെ പറ്റിക്കാൻ വേണ്ടി ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഒരു ഫോൺ നമ്പർ ഞാൻ ചോദിച്ചു ക്വസ്റ്റ്യനറി ചോദിക്കാം, നിങ്ങൾ കറക്റ്റ് ഫോൺ നമ്പർ കൊടുക്കാം, കൊടുക്കാതിരിക്കാം, എന്തും ആവാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം. എന്നാൽ ഇൻ്റർവ്യൂ ഷെഡ്യൂളിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജനറലി കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഡയറക്റ്റ് നിങ്ങളോട് ചോദിച്ചെഴുതാം, അപ്പോൾ അവിടെ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഒന്ന് വളരെ വളരെ ലെസ് ആണ്. പിന്നെ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും അവിടെ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ആയിരിക്കാം. എന്നാൽ ഇൻ്റർവ്യൂ ഷെഡ്യൂളിൽ എന്തായിരിക്കും, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ രീതി, ആ കാര്യങ്ങൾ, അതുപോലെ ആ ആൻസർ പറയുന്ന ആളുടെ ഹോണസ്റ്റി, അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്, ഇൻ്റർവ്യൂ ഷെഡ്യൂളിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ഷെഡ്യൂളും ക്വസ്റ്റ്യനെയറും തമ്മിലുള്ള ഡിഫറൻസ്. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് നോക്കാനുള്ളത് 4ാമത്തെ ബ്ലോക്കാണ്. അതിൽ ഡാറ്റയുടെ പ്രോസസ്സിങ്ങും അതിൻ്റെ പ്രസൻറ്റേഷനുമാണ്. നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ നാളെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന ടൈമിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊരു ടൈമിങ് പറയുക. മറ്റന്നാളാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്, 12-ാം തീയതി അല്ലേ, 12-ാം തീയതി മോർണിംഗ് 10 മണി തൊട്ടിട്ട് ആണ് നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് പോകുന്നവർ ID കാർഡ് കൊണ്ടുപോകണം, ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം. ID കാർഡിൽ നിങ്ങളുടെ കോളേജിൽ നിന്നുള്ള ഐഡിയോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊണ്ടുപോകണം, നിങ്ങൾ വേറെ എന്താ കൊണ്ടുപോകേണ്ടത്, നിങ്ങളുടെ ആധാറോ കാര്യങ്ങളോ കൊണ്ടുപോകണം. നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ വെള്ളം കാര്യങ്ങളും കൊണ്ടുപോവുക. പിന്നെ നമുക്ക് 2-3 പേന കയ്യിൽ വെക്കുക, സ്കെയില്, പെൻസിൽ, നമുക്ക് അങ്ങനത്തെ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് ചെല്ലുക. ഒരു 10 മണിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 9 ആകുമ്പോഴേക്കും എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക, എങ്കിലേ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എക്സാമിന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരേച്ചാൽ ഒരു 3 സെൻറ്റൻസ് എഴുതുക. 5 മാർക്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 പേജ് എഴുതാം. ഒരു പേജിൻ്റെ ഒരു പുറം, അടുത്തൊരു പേജിൻ്റെ പകുതി എഴുതാം. 50 മാർക്സിനാണെന്നുണ്ടെങ്കിൽ 4 പുറം എഴുതാം, 4 പേജ് എഴുതുക എന്ന് പറയും. അതായത് 2 പേജ് കംപ്ലീറ്റ് എഴുതാം, 4 പുറം 2 പേജ് കംപ്ലീറ്റ് എഴുതുക. അപ്പോൾ ആൻസറൊക്കെ അങ്ങനെ കൃത്യമായിട്ട് എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നാളെ നമ്മൾ എന്തായിരിക്കും, നാളെ നമുക്ക് മോർണിംഗ് ഒരു ടൈമിൽ എന്ത് ചെയ്യാം, ആകെ ഒരാളാണ് ആൻസർ പറഞ്ഞപ്പോൾ അയാളുടെ ഇത് ചെയ്യുക. അപ്പോൾ ഞാൻ നാളെ രാവിലെ നിങ്ങളോട് ഇൻഫോം ചെയ്യുന്നതായിരിക്കും എപ്പോഴായിരിക്കും നമ്മുടെ ലൈവ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് കിട്ടേണ്ടതോ, നാളെ നമ്മൾ സ്പെഷ്യലി ഡിസ്കസ് ചെയ്യേണ്ട ഏതെങ്കിലും ഏരിയാസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാം. നമുക്കൊരു 5 മിനിറ്റ്സ് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ താങ്ക് യു വെരി മച്ച് സർ ഫോർ ടേക്കിംഗ് സച്ച് എ ടഫ് ക്ലാസ് ആൻഡ് ഹെൽപ്പിംഗ് അസ്. ടഫ് ക്ലാസ് ആയിട്ടാണോ ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, എങ്ങനെയാണ്, ക്ലിയർ ആണോ? എന്തായാലും താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളുമാണ് എനിക്ക് കിട്ടുന്ന ഒരു എന്തെന്ന് പറയുന്നത്, അതിനൊരു അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
എല്ലാ സബ്ജക്റ്റ് കൊമേഴ്സിൽ MCOM വരുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ഇതേപോലെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരിക്കും, ഇൻക്ലൂഡിങ് നമ്മുടെ പ്രാക്ടിക്കൽ ടാക്സേഷൻ അടക്കം നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇതിലൂടെ ലൈവ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലും ആക്റ്റീവ് ആയിട്ടിരിക്കുക. ബാക്കി എല്ലാത്തിൻ്റെയും വരും. പിന്നെ നിങ്ങൾ എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതണം. നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത എക്സാമിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റിലൂടെ നിങ്ങൾ ആ കാര്യങ്ങൾ അറിയിക്കുകയൊക്കെ വേണം. അപ്പോൾ എന്താണ് ബാക്കി എല്ലാവരും പറയും, എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും പറയൂ. നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് കൂടി കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണം. നാളെ രാവിലെ നമുക്ക് എന്ത് ചെയ്യാം. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ ഓഫ് യു യുവർ വാല്യുബിൾ ഫീഡ്ബാക്സ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം പോയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ ഉള്ളവരൊക്കെ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെറിയ ബ്രേക്ക് എടുത്ത് വന്നപ്പോഴും അവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ചധികം പേര് പോയിട്ടുമുണ്ട്. പക്ഷേ നമ്മളപ്പോൾ എന്താ മാക്സ് നിങ്ങളെല്ലാവരും എന്തുണ്ട് ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ആക്റ്റീവ് തന്നെയാണ് നമുക്ക് എന്തെന്ന് പറയേണ്ടത്, ഫേസ് വാലിഡിറ്റി, കണ്ടന്റ് വാലിഡിറ്റി ആൻഡ് ക്രൈറ്റീരിയം വാലിഡിറ്റി. അത് എന്താണ് പറയാനാണ് വേണ്ടത്? ഓക്കെ, ആ ഒരു കാര്യത്തെക്കുറിച്ചും കൂടി നിങ്ങൾക്ക് കൂടുതൽ അറിയുകയാണെന്ന് തോന്നുന്നു അല്ലേ? മെഷറിങ് ആൻഡ് സ്കെയിലിങ്ങിൽ വരുന്ന ഒരു ടോപ്പിക്കായിരുന്നു വാലിഡിറ്റിയുടെ കാര്യം വരുന്നത്. ജസ്റ്റ് പറഞ്ഞുതരാം. വാലിഡിറ്റി ഇതാണ് കമ്മ്യൂണിറ്റി ചാനൽ ലിങ്ക് അല്ലേ? കമ്മ്യൂണിറ്റി ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും ഇതിന് ശേഷം ഈ ഒരു വീഡിയോ നമ്മൾ സ്ട്രീം എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റ് ബോക്സ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ചാനൽ ലിങ്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വാലിഡിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അതെന്താണ് വാലിഡിറ്റി എന്ന് പറയുന്നത്? എന്താണ്? ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. The validity of a measurement instrument indicates the extent to which the instrument or scale test or measure the supposed to measure. അതായത് വാലിഡ് ആണോ, നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ വാലിഡ് ആണോ, സത്യസന്ധമാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എത്രമാത്രം ഒറിജിനുമായിട്ട് ട്രൂത്തബിൾ ആണ് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് നീഡ്സ് ടു ബി ചെക്ക്ഡ് ഫോർ അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് സച്ച് ആസ് ആറ്റിറ്റ്യൂഡ്, സാറ്റിസ്ഫാക്ഷൻ, മോട്ടിവേഷൻ. അതൊക്കെ നമ്മൾ നോക്കുകയാണ്. അഥവാ നമ്മുടെ ഹൈറ്റ് വെയിറ്റ് പോലൊന്നും അല്ല ഈ ഒരു കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ലിക്വിഡ് സ്കെയിലോ അല്ലെങ്കിൽ ക്യൂ ടെസ്റ്റിംഗ് സ്കെയിലോ ഒക്കെ പോലെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ വാലിഡിറ്റി, ഇതിൻ്റെ എത്രമാത്രം സത്യസന്ധത ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നുണ്ട്, a reward system to measure the performance of a salesman is based solely on the sales figure regardless of territory. The reward system may not be valid if territories do impact sales. എന്താണ്? നമ്മുടെ ടെറിട്ടറിയോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ നമുക്ക് അയാൾക്ക് റിവാർഡ് കൊടുക്കും, ഒരു സെയിൽസ്മാന്. എന്നാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എന്താ പറയുക, solely the sales figure regardless of territory, the reward system may not be valid if territories do ഇമ്പാക്ട് ദ സെയിൽസ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെറിട്ടറീസ് അവിടെ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് വാലിഡ് ആണോ, അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുകയാണ്. സത്യസന്ധമാണ്, നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ചെക്ക് ചെയ്യുന്നതാണ് വാലിഡിറ്റി എന്ന് സിംപ്ലി പറയാം. ഈ വാലിഡിറ്റി 4 തരത്തിലുണ്ട്. ഫേസ് വാലിഡിറ്റി, കണ്ടന്റ് വാലിഡിറ്റി, ക്രൈറ്റീരിയം വാലിഡിറ്റി, കൺസ്ട്രക്ട് വാലിഡിറ്റി. ഇങ്ങനെ 4ആയിട്ട് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ ഫേസ് വാലിഡിറ്റിയാണ്. ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the researcher focus only on the outer surface of the tool. നമ്മൾ ഒരു മെഷറിങ്, നമ്മളിപ്പോൾ അവയർനെസ് മെഷർ ചെയ്യില്ല, അതിൻ്റെ ഔട്ടർ ഫാക്ട്സ് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. അതായത് ഇൻ്റർവ്യൂവിലാണെങ്കിലും ക്വസ്റ്റ്യനെയറിലാണെങ്കിലും നമ്മൾ ഔട്ടർ ഫാക്ട്സ് മാത്രം നോക്കുകയാണെങ്കിൽ അതിനാണ് ഫേസ് വാലിഡിറ്റി എന്ന് പറയാം. അതായത് അതിൻ്റെ മെയിൻ ഉള്ളിലോട്ടുള്ള കണ്ടന്റ് നോക്കില്ല, ക്വസ്റ്റ്യൻ ജസ്റ്റ് അതിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ മുന്നിൽ കൂടെ ഇങ്ങനെ നോക്കി പോവുകയാണെങ്കിൽ അതാണ് ഫേസ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സബ്ജക്റ്റീവ് അസസ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കാം. ഓക്കെ, അതായത് ഇവിടെ മെയിൻ കണ്ടന്റ്സിനോട് നമ്മൾ ഫോക്കസോ കാര്യങ്ങളൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ പേഴ്സൺ ഫോക്കസ് ഓൺലി ദ സ്റ്റൈല്, നമ്മളതിൻ്റെ സ്റ്റൈല്,
കളറ്, അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കാർ വാങ്ങുന്ന സമയത്ത് ഇതൊക്കെ നോക്കുന്നുള്ളൂ. അതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഫേസ് വാലിഡിറ്റി എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്, ഒരു കാർ വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അവൈലബിൾ അല്ലേ, എന്തൊക്കെ ടൂൾസ് ഉണ്ട്, എന്തൊക്കെ എയർ ബാഗ്സ് എത്തണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇൻ കണ്ടന്റ് വാലിഡിറ്റി ദ റിസർച്ച് ഇവാലുവേറ്റ് ദ മെയിൻ കണ്ടന്റ് ഓഫ് ദ ടൂൾ. എന്താണ് അതിലെ മെയിൻ കണ്ടന്റ്, അതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതിൻ്റെ ആക്യുറസി, അതിൻ്റെ കംപ്ലീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മെഷർ ചെയ്യുകയാണ് കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സാമ്പിൾ, ഒരു യൂണിവേഴ്സിൽ നമ്മൾ സാമ്പിളൊക്കെ എടുക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആണ്, ആക്യുറേറ്റ് ആണോ, കറക്റ്റ് സാമ്പിൾ റെപ്രസെൻറ്റേഷൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ പ്രൈമർലി ദ ജഡ്ജ്മെന്റ് ആൻഡ് ഇൻഡ്യൂട്ടീവ് എന്നാണ് പറയാം. അതായത് ഇവിടെ നമ്മളൊരു പാനൽ ഓഫ് പേഴ്സൺസ് എന്ത് ചെയ്യാണ്, ജഡ്ജ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻസിൻ്റെ ആ കാര്യങ്ങളൊക്കെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നോക്കുകയാണ് അല്ലേ, അതിലെല്ലാം കണ്ടന്റ് ബേസ് ആയിട്ട്. ഇപ്പോൾ നമ്മളൊരു ഫുഡ് ഫെസ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കണ്ടൻസ് കൊടുക്കും. ഈ കണ്ടൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ നോക്കിയിട്ട് നമ്മൾ കൊടുക്കും. അതേപോലെ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും, കണ്ടൻസിന് ശേഷം ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും. ആ ക്രൈറ്റീരിയ ഒക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ മാർക്ക് നമ്മൾ കൊടുക്കുക അല്ലേ. അപ്പോൾ ക്രൈറ്റീരിയ വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റേണൽ ക്രൈറ്റീരിയ, ഇത് ഇന്റേണൽ ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് കണ്ടന്റ് വാലിഡിറ്റി. അതേ സമയത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്രൈറ്റീരിയൻ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസർച്ചർ എന്ത് ചെയ്യാണ്, കമ്പയർ ആയിട്ടുള്ള ടൂൾസിന് എന്ത് ചെയ്യും, മെഷർ ചെയ്യാനുള്ള ടൂൾസ് എന്ത് ചെയ്യും, മെഷർമെൻറ്റ് ടൂൾസിനെ കമ്പയർ ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് അവിടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടോ, അത് നമുക്ക് ആക്ച്വലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയൻ വാലിഡിറ്റി എന്ന് പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുക വെച്ചാൽ എ റിസർച്ചർ സ്റ്റഡിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ക്ലാസ് ടേക്കൺ ബൈ എ പ്രൊഫസർ ഇൻ എ കോളേജ്. ഒരു പ്രൊഫസർ ക്ലാസ് ടേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യാണ്, റിസർച്ച് അതിനെക്കുറിച്ച് ചെക്ക് ചെയ്യുക. അപ്പോൾ അവിടെ എന്താണ്, കുട്ടികൾക്ക് ആ ക്ലാസ് എടുക്കുന്നതിൻ്റെ എഫക്റ്റീവ്നെസ് ആണ് നോക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെതായിരിക്കും നോക്കുക. അപ്പോൾ ആ സ്റ്റാർ പറയുന്ന കണ്ടന്റ് കാര്യങ്ങൾ എത്രമാത്രം ഉണ്ട്, എങ്ങനെയാണ് എടുക്കുന്നത്, വേ ഓഫ് ടെക്നിക്, അതായത് ഇന്റേണലായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയാണെന്നല്ല പുറത്തേക്ക് എന്തൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതാണ് കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പറഞ്ഞിരുന്നത് ഏതായിരുന്നു, കൺസ്ട്രക്ട് വാലിഡിറ്റി ആയിരുന്നു. അതായത് കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി, ഒരു റിസർച്ചിൻ്റെ എല്ലാ വാലിഡിറ്റിയും കൂടി ചെക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ മെഷർ ഈസ് സെഡ് ടു പോസസ് കൺസ്ട്രക്ട് വാലിഡിറ്റി ടു ദ ഡിഗ്രി ദാറ്റ് ഇറ്റ് കൺഫേം ദ പ്രിഡിക്റ്റഡ് കോറിലേഷൻ വിത്ത് ദ തിയററ്റിക്കൽ പ്രൊപ്പോസിഷൻസ് എന്നാണ് പറയാം. അതായത് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യണത് എന്തിനാണ്, ഒരു റിസർച്ച് ടൂളിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഓവറോൾ വാലിഡിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. ആ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ കൺസ്ട്രക്ട് വാലിഡിറ്റി യൂസ് ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുക, ദ റിസർച്ച് സ്റ്റഡീസ് ദ പെയിൻ സഫേർഡ് ബൈ എ ഹാർട്ട് പേഷ്യൻസ്. എന്താണ് ഒരു റിസർച്ച് പെയിൻ പേഷ്യൻസ് അല്ലേ, ഹാർട്ട് പേഷ്യൻസിൻ്റെ പെയിൻസ് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, മെഷർ ചെയ്യുക. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു വാലിഡിറ്റിയിലോട്ട് എത്തുക. അതാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നുണ്ട്, ഇഫ് ദ റിസർച്ചർ മെഷർ ദ പെയിൻ ഓഫ് ആൻസൈറ്റി ഇൻസ്റ്റെഡ് ഓഫ് മെഷറിംഗ് ദ പെയിൻ കോസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് സർജറി ഇറ്റ് വിൽ എഫക്ട് ദ ക്വാളിറ്റി ഓഫ് ദ റിസർച്ച്. ഞാൻ ആൻസൈറ്റി കൊണ്ടുണ്ടായിരുന്ന പെയിൻ നോക്കി, പക്ഷേ സർജറി കൊണ്ടുണ്ടായിട്ടുള്ള പെയിൻ നോക്കിയില്ല. അതായത് ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ആൻസൈറ്റി ഉണ്ടാവും, അതിൻ്റെ നോക്കി, പക്ഷേ മുറിവ് ഉണ്ടായില്ല, അതായത് ഓപ്പറേഷൻ ചെയ്യുന്ന മുറിവിൻ്റെ നോക്കിയില്ല. അപ്പോൾ അവിടെ എന്തായിരിക്കും, അവിടെ വാലിഡ് ആവണം എന്നില്ല ഞാൻ കണ്ടുപിടിച്ച കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്ട് വാലിഡിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അതാണ് വാലിഡിറ്റീസിൻ്റെ കേസ് വരുന്നത്. വാലിഡിറ്റി ക്ലിയർ ആണോ? അതായത് ഇപ്പം നമ്മൾ പറയാറുണ്ട് വാലിഡിറ്റി ഇത് ആപ്ലിക്കബിൾ ആണ്, ഇത് നോട്ട് ആപ്ലിക്കബിൾ ആണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അതൊക്കെയാണ് എന്തെന്ന് വാലിഡിറ്റീൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? വാലിഡിറ്റി ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്സ് സ്പെഷ്യലി പറയണമെന്ന കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാണ്. നമുക്ക് സിംപ്ലി പറയുക വെച്ചാൽ ദ ക്വാളിറ്റി ഓർ സ്റ്റേറ്റ് ബീങ് വാലിഡ്. അതിൻ്റെ ക്വാളിറ്റി, നമ്മൾ ചെയ്തതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അത് വാലിഡ് ആണോ എന്നുള്ളതാണ് വാലിഡിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് ഇറ്റ്സ് സച്ച് എ സ്റ്റേറ്റ് ദ ബീങ് അക്സെപ്റ്റബിൾ അക്കോർഡിംഗ് ടു ദ ലോ. ദ വാലിഡിറ്റി ഈസ് കൺസ്ട്രക്ട് ബീങ് എ ക്വസ്റ്റ്യൻ എന്നാണ് പറയാം. അതാണ് എന്തെന്ന് പറയുന്നത് വാലിഡിറ്റി. അത് ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ചെയ്യുക. അതിൽ എന്തെങ്കിലും വേരിയബിൾസ് എന്ത് ചെയ്യണം, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ അല്ലേ?
ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ മോർണിംഗ് ഡിസ്കസ് ചെയ്യണം. നമുക്ക് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നാളെ മോർണിംഗ് നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ലേ? മറ്റൊന്ന് നമുക്ക് എക്സാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എക്സാം നല്ല രീതിക്ക് അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യണം, ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കേട്ടുകൊണ്ട് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കണം. എന്നെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ട് എന്ന് ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത പേപ്പർ സ്റ്റാർട്ട് ചെയ്യാൻ. നമുക്ക് ഈ ഒരു എക്സാം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേപ്പർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും എക്സാം കഴിഞ്ഞു വന്നാൽ പറയില്ലേ? നിങ്ങൾക്ക് എക്സാമിന് ഈ ക്ലാസ് കേട്ടിട്ട് യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യം നിങ്ങൾ എക്സാം കഴിഞ്ഞാൽ വന്നാൽ പറയുമോ? പറയൂ, എക്സാം കഴിഞ്ഞു എന്നാൽ നിങ്ങൾ പറയോ? പറയും. ഷിഫാന പറയുന്നുണ്ട്, പറയും. യെസ് എന്ന് പറയുന്നുണ്ട്, ഉറപ്പായും പറയും. ഓക്കെ. അപ്പോൾ എപ്പോഴും എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എക്സാമൊക്കെ നന്നായിട്ട് എഴുതണം. ഞാൻ പറഞ്ഞ പോലെ എക്സാം ഹാളിലോട്ട് നിങ്ങളൊരു 9:30 ആകുമ്പോഴേക്ക് എത്തുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നല്ല രീതിക്ക് അത് നോക്കി വായിക്കുക, നല്ല ശ്രദ്ധയോട് കൊടുത്ത് ഒരു ടെൻഷൻ ഇല്ലാതെ വായിക്കുക. പോകുമ്പോൾ നല്ല രീതിയിൽ പോകണം. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് പോകണം. നമ്മുടെ ആ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടണം. രാവിലെ ഒരു എക്സസൈസ് ഒക്കെ ചെയ്ത് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ഇരുന്നത് യോഗയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് പോകണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണം. ആരും തല കറങ്ങല ഒന്നും ഉണ്ടാവരുത്. എല്ലാം ഹെൽത്തി ആയിട്ട് പോകണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മൾ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കി സെഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എനിവേ താങ്ക് യു ഓൾ. നമ്മളപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ദിവസം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് നമ്പർ 1 ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എജു താലിം ഇന്റർ.